അപ്പോൾ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഈ കിടങ്ങൂർ കൃഷ്ണൻകുട്ടിയിലേക്ക് വരുന്നത്. അല്ല കിടങ്ങ് അല്ല, അതിന് മുമ്പിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ആ ചെമ്പോത്തനാൽ അയ്യപ്പൻ. ഓ അത് ശരി. ചെമ്പോത്തനാൽ അയ്യപ്പൻ ആ ആ ആ ആ അത് ഒറ്റച്ചട്ടാ. അതെവിടെയുള്ളതായിരുന്നു? അത് പൂനാർ. ഞാറുള്ള. ആ ആ അങ്ങനെ അതാണ് കുറച്ച് നാൾ കൊണ്ടുവന്നത്. എത്ര അത് നാളുണ്ടായിരുന്നു? ഞാൻ ആകപ്പാട് ഒരു കൊല്ലമേ കൊണ്ടുവന്നു. ആ അതെന്ത് പറ്റി? ഒരു കൊല്ലം വെച്ചാൽ അന്നത്തെ ഈ കിടങ്ങൂരയായി. കിടങ്ങൂര അവരെന്നാലും തിരുമേനിമാർ വന്ന്. അപ്പോൾ അതിനെ കെട്ടിയിട്ടിട്ട് 3-4 മാസം ആയിരുന്നു, അടിക്കാൻ ആളില്ല. ആ ശരി. അത് ചങ്ങലയെല്ലാം പഴുത്ത് അകത്ത് ഇറങ്ങി. ഓ അപ്പോൾ അതിനെ അഴിക്കണമെന്ന് പറഞ്ഞ് അവർ വന്നിങ്ങനെ പ്രസ് ചെയ്തു. വേറെ ആൾ നമുക്കൊരു കിടങ്ങൂരൊരു ആളുണ്ട്, ആ പുള്ളിയെ വിളിച്ചോണ്ട് പ്രസ് ചെയ്ത് അഴിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ അഴിച്ച് അതിനെ ഒരു 3-4 കൊല്ലം കൊണ്ടാണ്. അപ്പോൾ അതിനെ കാലിലൊക്കെ ചികിത്സിച്ചു. കാലൊക്കെ അതെല്ലാം ചങ്ങലെല്ലാം അടിച്ച് പറിച്ച് കളഞ്ഞിട്ട്. അതെന്താ അങ്ങനെ നിന്നുള്ള കാരണം? വഴക്കാരെന്താണോ? വഴക്കാരനെ അടിക്കാൻ ആളില്ലാതെ. നല്ല വഴക്കാരൻ. ചേട്ടന് തെറ്റുമല്ലോ ചെയ്തോ? എൻ്റെ നിന്ന് തെറ്റിയിട്ടുണ്ട്, 3-4 സ്ഥലത്ത് തെറ്റിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ തെറ്റി. അതെവിടെയായിരുന്നു? ഇവിടെ ഈ റോഡിലെ ഒരു കുറച്ചങ്ങ് ചെല്ലുന്നിടത്തൊരു വീടുണ്ട്. അവിടെ 2 കഷ്ണം തടിയേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കാൻ ചെന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് വേണ്ട, പോയേക്കാം. അപ്പോൾ അതിന് നീരുകാലം ഒരു സമയമല്ല. ഇപ്പം ചിങ്ങത്തിലുണ്ടായാൽ പിന്നെ കന്നിയിലായിരിക്കും, അല്ല പിന്നെ കർക്കിടകത്തിലായിരിക്കും. അങ്ങനെ ഒരുപാട് മാറ്റമുണ്ട്. 10-40 വ്യത്യാസം വരും. അപ്പോൾ നമുക്കറിയാനൊക്കെ അതിൻ്റെ ഈ വശം തടിക്കുകയോ ഒന്നും ചെയ്യല. അപ്പോൾ അതെടുക്കാതെ പോരാന്ന് വെച്ചപ്പോൾ കൂട്ടത്തിലുള്ളതെന്ന് നമുക്ക് ഈ 2 കുഞ്ഞു കഷ്ണമല്ല, നമുക്ക് എടുത്ത് വെച്ചിട്ട് പോകാമെന്നാണ്. അതെടുക്കാൻ പോയത് അവിടെ തെറ്റി. ആ മരം എടുത്തെറിഞ്ഞ ചടുത്ത മരം എല്ലാം തള്ളി നാശമായി. അങ്ങനെ ഒരു 2.5 മണിക്കൂർ ഇവിടെ കിടന്ന് ഓടി, പിടിച്ച് കെട്ടി, വെടിവെക്കാതെ പിടിച്ച് കെട്ടി. ഈ അന്ന് തെറ്റുക എന്ന് പറഞ്ഞാൽ അന്ന് ഈ അള്ളൊക്കെ ഇടൂല്ലേ? അന്ന് അള്ളൊന്നുമില്ല. ഇല്ല, അത് കഴിഞ്ഞ ശേഷമാണോ? അല്ല, അള്ളെന്ന് പറഞ്ഞാൽ അള്ള് നമുക്ക് കിട്ടാതെ പിന്നെ അപകടമാണ്. ഒരേ വഴിക്ക് പോകുന്ന ആനക്കല്ലേ അള്ളിടിയിൽ നടക്കുള്ളൂ. അല്ലാതെ ഈ പറമ്പിൽ കൂടി ഓടുന്നതിന് എവിടെ കൊണ്ടേ അള്ളിടാനാ? അള്ളിടിയിലൊന്നും നടക്കല്ല. ഞാൻ ഇന്നുവരെ അള്ളിട്ട് പിടിച്ചിട്ടുമില്ല. ചേട്ടൻ എങ്ങനെയായിരുന്നു കുടുക്കിട്ടോ? എങ്ങനെയാ പിടിച്ചോടുന്നത്? കുടുക്കിട്ടോ? കുടുക്കിടിയിലൊന്നും നടക്കല്ല എൻ്റെ അടുത്ത്. അതിനെ ചങ്ങലയൊക്കെ അതിൻ്റെ കൊമ്പയിലിരിക്കും പോകുമ്പോൾ. ചങ്ങല അറിയിട്ടാ ചങ്ങല അതിൻ്റെ കൊമ്പയിലിരിക്കും. ആ കൊമ്പയിൽ ചങ്ങലയും കൊണ്ടാണ് പോകുന്നത്. എവിടെ പിടിച്ച് കെട്ടാനാ? പിന്നെ ഒരു തരത്തിൽ പിടിച്ച് കെട്ടി. അവിടെ പിടിച്ച് കെട്ടി പിറ്റേ ദിവസം കാലത്തെ ഇവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പോഴത്തേനാണെങ്കിൽ നീരിൻ്റെ ആയി ഒലിവ് തുടങ്ങി. ഇവിടുന്ന് അവിടെ കൊണ്ടേ കെട്ടി. ഒലിവുള്ള ആനെ നടത്തിക്കൊണ്ടുപോയി. ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവം. ഒലിവിന്റെ തുടക്കത്തിലാണ് പുള്ളി ആ വിഷമം കാണിച്ച്. ഞാനതിനെ ഒലിച്ചു കഴിഞ്ഞ് ആനെ ഇവിടുന്ന് കൊണ്ടുപോയി കടങ്ങൂർ കൊണ്ട് കെട്ടി. അപ്പോൾ പോണ വഴി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പോലീസ് ബന്ധോസം ഉണ്ടായിരുന്നു. വഴിയിൽ നിന്നൊക്കെ ആളെ മാറ്റി തന്നു. അതെൻ്റെ വാശിക്ക് പോയത്. അവർ പറഞ്ഞാൽ ഇവിടെ നിർത്തിയാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ നിർത്തിയാൽ നമുക്ക് അതിൻ്റെ ചിലവ് കാര്യങ്ങൾ ആരാ വഹിക്കും? നമ്മൾ കുറേ നഷ്ടം സഹിക്കേണ്ടി വരും. നമുക്കില്ലാത്തവരാണ്. അത് അവിടെ നിൽക്കുകയാണെങ്കിൽ അവർ മുടക്കിക്കോളും. അതുകൊണ്ട് കൊണ്ടുപോയതാണ്. ഇവിടെ നിന്നോർത്ത് എനിക്ക് നഷ്ടമുണ്ടല്ലോ, അവിടെ നിൽക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ പിന്നെ മോട്ടർ അന്വേഷിക്കണം, വെള്ളത്തിന് ഉണ്ടാക്കണമെങ്കിൽ മോട്ടറൊക്കെ വേണ്ടേ? ഇതെല്ലാം നമ്മൾ പിന്നെ തയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെയാണെങ്കിൽ അത് അവർക്ക് തയ്യാറായിട്ട് അവിടെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടേ കിട്ടും. അത് ഈ എങ്ങനെ ചേട്ടാ കൊണ്ടുപോയത്? എങ്ങനെയാണെന്ന് പറയാം. കൊണ്ടുപോകാന്ന് അല്ല, ഈ നടന്ന് കൊണ്ടുപോകാൻ എങ്ങനെ? അതിൻ്റെ ഒരു രീതി എങ്ങനെയാ? വിലങ്ങൊക്കെ കിട്ടാൻ എങ്ങനെ ഇട്ട? ചങ്ങലയൊക്കെ എങ്ങനെ ഇട്ടപ്പോൾ? ചങ്ങലയൊക്കെ സാധാരണ രീതിയിൽ ഇടുന്നവർ ഇടും. പിന്നെ ഒരു നടയിലൊരു മുൻവശത്തെ കാലൊരു ചങ്ങല ഇട്ട് അത് വാരി ഇടും. എവിടെയും തെറ്റിയാൽ പിടിച്ച് കെട്ടണം. പിന്നെ ഒരു ബന്ധം നല്ലൊരു മുട്ടിയങ്ങനെ വെക്കും. അങ്ങോട്ട് പോകുമ്പോൾ ആരാ മോളിൽ ചേട്ടാ? മോളിൽ വേറൊരുത്തുണ്ടായിരുന്നു, ചെറുക്കടക്കാരൻ ഒരു ബാബു എന്നും എത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ കയറിയിരുന്നു. അവൻ പോയി. അങ്ങനെ അവിടെ കൊണ്ട് കെട്ടി. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടുന്ന്? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. പോലീസ് കൂടെ ഉണ്ട്. പകലായിരുന്നു രാത്രി ഉണ്ടോ? പകല്. അത് അവിടെ അവർ ആന തെറ്റിയ ഉടനെ അവർ പോലീസിൽ പറയും. പോലീസ് ബന്ധോസിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്രയും കൊണ്ട് അത്ര നല്ല ആനയായി. പോലീസ് ഉണ്ടായിരുന്നു കൂടെ. അവർ ജീപ്പേ മിന്നലുണ്ട്, ഞാൻ പുറകെ ആനകളുണ്ട്. അങ്ങനെ കൊണ്ട് ആ പറമ്പിൽ കൊണ്ടേ കെട്ടി. അപ്പോൾ ഈ അവിടെ കൊണ്ട് കെട്ടുമെന്ന് പറഞ്ഞാൽ ഈ നടക്കൊക്കെ എങ്ങനെ സംഭവിക്കും? തൊടാൻ സംഭവിക്കുമോ? കയറിച്ചല്ല. മുകളിൽ ശക്തനാണെങ്കിൽ നമുക്ക് നടക്കെ കയറിച്ചല്ല. മുകളിൽ ഇരിക്കുന്നവൻ പവറുള്ളവനായിരിക്കണം. ആനയുടെ പുറത്തിരിക്കുന്നത്. അപ്പോൾ അത് കാല നിൽക്കുമോ? കയറിച്ചല്ല. കാലയിലൊന്നും നിൽക്കുകയൊന്നുമില്ല. നമ്മൾ കയറി ചെല്ലും. ആന ലെവൽ തെറ്റിയെന്നുണ്ടെങ്കിൽ അവനവൻ്റെ തോട്ടിയാൽ ആന പോരണം. അങ്ങനെ ഒരുത്തിനെ മുകളിൽ വെച്ചാൽ നമുക്ക് കുറേ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ മാന മക്കളെ വിളിച്ചാൽ നടക്കില്ല. അവിടെ കൊണ്ടേ കെട്ടി.
അവരെ തറി കൊണ്ട് കിട്ടിയല്ലേ? ആ, അവർ സ്ഥിരം കെട്ടുന്ന തറിയാണ് അവിടെ കൊണ്ട് കെട്ടി. അതെന്താ പറയാ, എത്ര ഓരോ സീസൺ ഒലിവാണോ അതല്ല ഓരോ ഒലിവുള്ളോ രണ്ടാണോ? ഒറ്റ ഒലിവൊക്കെ ഒന്നേ ഉള്ളൂ. പക്ഷേ അത് കാലാവധി കൂടുതലാണ്, 4 മാസം 4.5 മാസം നിൽക്കും. ഓ അത് ശരി. ഇടയ്ക്കൊന്ന് നിൽക്കും ഒലിക്കും, അങ്ങനെ ഒരു 4 മാസം നിന്നാൽ പിന്നെ കുഴപ്പമില്ല. കേട്ടിട്ട് പേടിയാവും. കേട്ടിട്ട് പേടിയാവും. അന്ന് എനിക്ക് പേടിയൊന്നുമില്ല, ഇന്നുമില്ല. ഇന്ന് കുറേ കൂടെയൊക്കെ ഭയമുണ്ട്. കാരണം ഇന്നൊരു നീര് കെട്ടി ആന അടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ പറ്റിയാലെന്ന് പറയും. അങ്ങനെ നല്ലപോലെ ഒലിച്ചെന്ന ആന ഇവിടുന്ന് ഞാൻ അടിച്ചിട്ട്, വനമോഹൻ ആന അറിയോ? വനമോഹൻ നല്ല വഴക്കല്ലേ? ആ ആന ഇവിടെ എൻ്റെ കയ്യിലായിരുന്നു കുറേ കാലം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനെ ഉടമസ്ഥൻ പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഇതിനെ വേണ്ട, അപ്പടി അലമ്പല്ലേ എന്നും അലും. ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവർ മേടിക്കുന്നു 1.40-ന്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ ആൾ കാണാൻ വന്നു, ഉസ്മാൻ സാറെന്ന് പറഞ്ഞ് ഈ വല്ലാരിമംഗലത്തുള്ള ഒരാൾ ഇതിനെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉണ്ണി ഇതിനെ നാളെ അടിച്ച് നീര് കെട്ടിയേക്കാണ്, നാളെ അടിച്ച് മരം പിടിപ്പിക്കുകയാണ്, ഞാൻ നാളെ ഇതിനെ മേടിച്ചോളാം. അപ്പോൾ ഞാൻ സാറ് എത്ര രൂപയ്ക്ക് എടുക്കും? 2.60-ന് എടുക്കാമെന്നാണ്. വാക്ക് മാറുന്നു ഇല്ലെന്ന് പറഞ്ഞു, അഡ്വാൻസ് തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ രീതി എൻ്റെ പുള്ളിക്കും അറിയാം. പുള്ളി അന്ന് 20,000 രൂപ അഡ്വാൻസ് എടുത്തു. നാളെ കാലത്തെ വന്നേക്കാൻ പറഞ്ഞു. പുള്ളി കാലത്തെ വന്നു. ഞങ്ങൾ ആന അടിച്ച് അവിടെ പോയി കൊമ്പെല്ലാം കുത്തി പിടിച്ചു, കൊമ്പൊക്കെ കുത്തി പിടിച്ചു. എന്നാലും പുള്ളി ആനയും കൊണ്ട്. എന്നിട്ട് ആ പോയ പോയി ഞങ്ങൾ അങ്ങോട്ട് പോവുകയില്ല, അവിടെ കൊണ്ടേ കെട്ടിപ്പോയി. എല്ലാവരും ഞങ്ങൾക്ക് ഏതാണ്ട് 20-30 കിലോമീറ്റർ എടുക്കും, അവിടെ കൊണ്ടേ കെട്ടിയത്. അല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്നാ വേണ്ട, നീര് മുറിക്കാതെ നേരെ സ്ട്രേറ്റ് ഒഴിച്ച് നീരേ ഒരു മുറിക്കണ ഒരു പതിവ് പോലും ചെയ്യാതെ. നീരൊന്നും മുറിക്കേണ്ട കാര്യമില്ലെന്ന്, നേരെ പോവാ ഒലിച്ചോട്ടെ. അതിന് അവിടെ കൊണ്ട് കെട്ടിക്കൊടുത്താൽ നമ്മുടെ ബാധ്യത തീർന്നില്ല. അവിടെയാണ് നിന്ന് 2 മാസം ഞാൻ പോന്നു കഴിഞ്ഞു. പിന്നെ അതിനെ തിന്നാനും കൊടുക്കാതിട്ട് ആന അടിക്കും. നല്ല അടിക്കാൻ പറ്റിയത് ആ ആനയത്. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടതല്ല, ഞാനത് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അത് കുറച്ച് കാലത്തെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഈ ഞാൻ ചോദിച്ച ഇത്രയും എല്ലാവരും വഴക്കും ബഹളവും ഇടിയും കുത്തും, നമ്മുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? നമ്മളെപ്പോഴും ആന ടെൻഷൻ ഉണ്ടില്ലെന്നല്ല, ഏത് ആനയായാലും ടെൻഷനുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാലൊക്കെ നല്ല ടെൻഷൻ. ഒന്നാമത്തെ നമ്മുടെ പേര് ചീത്തയാവും. ആന വഴക്കുണ്ടാക്കി, അവൻ്റെ നിന്ന് വഴക്കുണ്ടാക്കി ഒന്ന് കൊട്ടി ഘോഷിക്കാൻ പാപ്പാമാർ തന്നെയാണ് വിഷയക്കാർ. അവർ നിലത്ത് നിർത്തുകയല്ലോ, അവന് വലിയ കയമാണെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ഇങ്ങനെ ചെയ്ത് ആന പോയില്ലേ, അവൻ്റെ നിന്നും പോയില്ലേ. ആന പോകാതിരിക്കാലോ, ഒരിക്കലും ഒരുത്തൻ്റെ നിന്നും പോകാതിരിക്കാലോ, എല്ലാവരുടെ നിന്നും പോകും. കാരണം ഇത് കാട്ടുജീവിയാണ്, ഒരിക്കലും ഇണങ്ങുന്നതല്ല. ഇത് നമ്മുടെ ആരും അല്ലല്ലേ, നമ്മുടെ സ്വന്തക്കാരൊന്നും അല്ല, വന്യമൃഗം. ആന പോകും, കുത്തുകയും ചെയ്യും, മനുഷ്യൻ്റെയും കുത്തും. അതൊരു മൈൻഡ് മാറിക്കഴിഞ്ഞാൽ അപ്പം അത് പോകും. അതിനിപ്പോൾ ഇന്ന ആൾ വേണമെന്നോ അല്ലെങ്കിൽ എത്ര കഴിവുള്ളതാണെന്ന് പറഞ്ഞാൽ കഴിവുള്ള തീർന്നില്ലേ, ഒരു തട്ട് കിട്ടിയാൽ പോയില്ലേ. നമ്മളിങ്ങനെ എഴുന്നള്ളിച്ച് പോവുക, നമ്മളിങ്ങനെ കൊമ്പേലാണ് പിടിച്ചേക്കുന്നത്. ഒരടി അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിവ് പോയി, തീർന്നു. പിന്നെ ഞാൻ ഉരുണ്ടു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. അവന് ആന അടിച്ചതിൻ്റെ ഉരുളിച്ചാണ്, പരിസരബോധമില്ല. ഒരാന തട്ടിയിട്ട് ചെറിയ തട്ടൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ എവിടെയാണെന്ന് നമുക്ക് ആ പരിസരബോധം ഇല്ല. പിന്നെ ഉരുണ്ടു മാറി എന്ന് പറഞ്ഞാൽ ആന ഉരുട്ടിയ കൂട്ടത്തിൽ ഉരുണ്ടതല്ല, ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഞാൻ ആന തട്ടിയപ്പോൾ ഉരുണ്ടു മാറി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ആന അടിച്ച കൂട്ടത്തിൽ ഉരുട്ടതാ. പല്ലാട്ടുകാരുടെ ബ്രഹ്മദത്തൻകാരുടെ ആനയല്ലേ പല്ലാട്ട് ശേഖരം വന്നത്? അതിപ്പോൾ ഇവിടെ നിൽക്കുന്ന തിരുവല്ലയിൽ നിൽക്കുന്ന ആന, ആ സ്വാമിയുടെ, അതിപ്പോഴും ഉണ്ട്, ശേഖരൻ. അത് കുറച്ച് നാൾ, 1 കൊല്ലം 1.5 വർഷം. പിന്നെ ഞാൻ നിന്നില്ല, അത്രേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ പ്രശസ്തമായിട്ടുള്ള ആന, പ്രശസ്തമായ പാപ്പാൻ, പ്രശസ്തമായ വഴക്കെന്ന് പറഞ്ഞത് കീഴൂട്ട് വിശ്വനാഥൻ അല്ലേ? കീഴൂട്ട് വിശ്വനാഥൻ അല്ലേ? ആ സമയം ഇപ്പോഴത്തെ അത് നല്ല വഴക്കാണ് എനിക്ക്. പക്ഷെ അതിനെ കെട്ടിയടിക്കാനൊന്നും പറ്റിയല്ല. കെട്ടിയടിക്കണ വെച്ചാൽ ചടങ്ങാണ്, പറ്റൂലല്ലേ. ചുമ്മാ തല്ലിയാന്ന് ഞാൻ സമ്മതിക്കില്ല. അവിടെ നിന്ന് തല്ലു മേടിക്കും, ഇരിക്കുകയില്ല, കിടക്കുകയില്ല, അനുസരിക്കുകയില്ല. അതൊരു നീക്കാണ്. ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ പരമാവധി ഉപദ്രവിക്കാതെ അടിച്ചുകൊണ്ട് പോകുന്നത്. അതിനെ ഞാനങ്ങനെ ഉപദ്രവിച്ചില്ല. ഒരു ദിവസം അവിടെ ചെന്നു, അത് ഇതൊക്കെ ഒന്ന് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് വാരുമല്ലോ, ആ വാരാൻ നേരത്തെ ഇത് കഴിഞ്ഞ് ചവിട്ടി നിൽക്കുക. ഞാൻ ആ ഒരു വടിക്ക് ഒരു കൊട്ട് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിറ്റേ ദിവസം ചെന്ന് വാക്ക് ചെന്ന് അന്ന് ഇച്ചിരി കട്ടിയിലൊരു കൊട്ട് കൊടുത്തു. ഓടിക്കാനുള്ള അവസരമില്ല. അത് കഴിഞ്ഞ് അതെല്ലാം കഴിയുമ്പോൾ പിറ്റേ ദിവസം ചെന്ന് ഇരിക്കാൻ പറഞ്ഞപ്പോഴേ ഇരുന്നു. ആളെ മുകളിൽ കയറ്റി അടിച്ചുകൊണ്ട് പോകുന്നു.
അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ല അതിനെ കെട്ടിയടിക്കാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കൂല. നടക്കാതെ ഭയങ്കര ഓടിക്കുകയും ചെയ്യുക. അതിന് ഒരു വക സമ്മതിക്കുക. അത് ഓരോ ആനയ്ക്ക് ഓരോ സിസ്റ്റമാണ്. ഓരോന്നിനെ ചിലതിനെ നല്ലപോലെ അടിക്കാണ്ട് സമ്മതിക്കുക, ചിലതിനെ ഒന്നും ചെയ്യാതെ സൂത്രത്തിൽ അടിച്ചോണ്ട്. ഞാനീ സൂത്രക്കാരനാണ്. കെട്ടിയടിക്കൽ പരമാവധി ശല്യം ഞാൻ ഒഴിവാക്കും. ഇത് കീഴൂട്ടിൻ്റെ പിന്നെ കൂട്ടാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. കൂട്ടാനെ കുത്തും. അവരുടെ ആനക്കിട്ട് തന്നെ കുത്തും സമയത്തല്ലേ. അത് ഈ ആനക്കിട്ട് അത് ഇത് ചെറുതായിരുന്നപ്പോൾ അവരുടെ വേറൊരു ആന ഇതിട്ട് കുത്തിയതാണ്. ആന ഇപ്പോൾ അവിടെ ഉണ്ട്. അതിനെ കണ്ണിന് കാണത്തില്ല ഇതിനെ. നമ്മൾ ഈ അടുത്തൂടെ കൊണ്ടുപോകാനൊന്നും പറ്റിയല്ല. ഞാൻ അതിൻ്റെ ആനയുടെ അടുത്തുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല. അന്ന് ചാടി കുത്തുമായിരുന്നു. അതും കുത്തും. അതുകൊണ്ട് അതിനെ മാറ്റിയേ കൊണ്ടുപോവുള്ളൂ. ഒന്നിച്ച് എഴുന്നള്ളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഒന്നിച്ച് കൊമ്പെ പിടിച്ച് പോകുമല്ലോ. എഴുന്നള്ളിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. ഈ കുന്നംകുളം ഗണേശൻ ലാസ്റ്റ് വന്നല്ലേ? ലാസ്റ്റാണ്. മഴുവഞ്ചേരി ബാലകൃഷ്ണനോ? മഴുവഞ്ചേരി ബാലകൃഷ്ണൻ കുറച്ച് കാലം കൊണ്ടായിരുന്നു. 3 കൊല്ലം മിച്ചം കൊണ്ടാണ്. അതിനെ പിന്നെ കർണാടകത്തിന് വിൽക്കുകയായിരുന്നു. കർണാടക കൊണ്ടുപോയി അല്ലേ? കർണാടകം. അത് ഇയാൾ പേര് മറന്നു. ആദ്യമേ പേരാമ്പ്ര ഒരു ആചാർക്ക് കൊടുത്തു. ആചാർ കഴിഞ്ഞിട്ട് കർണാടകത്തിന് കൊടുത്തു. അതൊന്നും ഇപ്പം ഇല്ല. അത് പോയി അവിടെ. അല്ല അടിപൊളി. ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ വന്നില്ല. പെരുമ്പാവൂർ വരെ വന്നു വിറ്റ്. അതിൻ്റെ ഉടമസ്ഥൻ പട്ടാളം ബേബി മേടിച്ചു. പട്ടാളം ബേബി മേടിച്ചിട്ട് അവിടെ നിന്നാലും ഞാനായിരുന്നു. ബേബി ഒരു ആണ്ടി 2 വിൽപ്പന വയ്ക്കും. വില പറഞ്ഞ് ആനയെ കൊടുക്കും. കുറച്ച് ദിവസം അവരവിടെ കൊണ്ടുപോയി നിർത്തിയേച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഒരു 50,000 രൂപ ലാഭം ബേബിക്ക് കൊടുത്താണ് ആനയെ ഇവിടെയാക്കുക. അങ്ങനെ ഒരു ആണ്ടി 2-3 വിൽപ്പന ബേബി അതിനെ വിൽക്കുമായിരുന്നു. ഇവരുടെ അടുത്ത് നിൽക്കില്ല. അവസാനം ഞാൻ കൊണ്ടുപോയി പേരാമ്പ്ര ആചാർക്ക് കൊടുത്തു. കർണാടകത്തിൽ ഒരു കൂപ്പി കൊണ്ടുപോയി കൊടുത്തേക്ക് പോയി. അങ്ങനെയായിരുന്നു എൻ്റെ. ഈ ചാന്താനിക്കാട് ഗ്രൂപ്പിലേക്ക് കേട്ടാ വന്നേ? എങ്ങനെ കേട്ടോ? ചാന്താനിക്കാട്ടുകാരുടെ കമ്പനിയിലേക്ക്. അവിടെ 2 ആന ഉണ്ടായിരുന്നു അല്ലേ? 2 ആന എൻ്റെ ഉണ്ടായിരുന്നു. അച്യുതൻകുട്ടി രാജനും അല്ലേ? ശരിയല്ലേ? ആ 2 ആനയല്ലായിരുന്നു? അയ്യപ്പൻകുട്ടി രാജൻ. അത് ഒരേ സമയത്ത് 2 ഉണ്ടായിരുന്നു. അത് വഴക്കുള്ള ആനയായിരുന്നോ? വലിയ ഓവർ വഴക്കൊന്നുമില്ല. എന്നാൽ അത്യാവശ്യത്തിനുണ്ട് തന്നെ. അയ്യപ്പൻകുട്ടി നല്ല ആനയാണ്. നാടനാനായിരുന്നു. നാടനായിരുന്നു. നാടനായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ചാന്താനിക്കാട് കുറുപ്പേട്ടർക്ക് അന്ന് ആ സമയത്ത് വെളിയിൽ നിന്ന് ബീഹാറിൽ നിന്ന് ആന കൊണ്ടുവന്ന സമയമല്ലേ? അന്ന് കൊണ്ടുവരായിരുന്നു പുള്ളി. ഞാൻ ബാക്കിക്കാരുമായിട്ടൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 2 ആനയും കൂടെ വന്നു ബീഹാറിൽ നിന്ന്. പുള്ളിയോട് ബീഹാറിനും പോയിട്ടുണ്ട്. ബീഹാർ പോയിട്ടുണ്ട് അവരുടെ കൂടെ അല്ലേ? ആന മേടിക്കാൻ. അത് ആ പ്രായപോകൻ 2 കൂടെ മേടിച്ചായിരുന്നു. അങ്ങോട്ട് പോകുന്നു. ചേട്ടൻ പോകുമ്പോഴേ ബീഹാറിന്റെ ഒരു ഓർമ്മ എങ്ങനെയാ? തിരക്ക് ഇപ്പൊ അങ്ങനത്തെ ആനക്കച്ചവടം ഇല്ലല്ലോ. പോയ മാർക്കറ്റായി. ആനയുടെ എന്ന് പറഞ്ഞാൽ ചന്തയാണ്. 2 ചന്തയിൽ പോയി. അവിടെ ഒരു ചന്ത വലിയ ചന്തയാണ്. അവിടെ ഒരുപാട് ആനകളുണ്ടായിരുന്നു. അവിടെ ചെന്ന് പേശി മേടിക്കുക. വണ്ടിയെ കയറ്റി വിട്ടേച്ച് നമുക്ക് പോകാം. വണ്ടിയെ കയറ്റി കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ ഇതിനെ കച്ചവടം ചെയ്തിട്ട് ആന അടുത്തുനിന്ന് പോകുമ്പോൾ അടുത്ത് മാറിപ്പോകാനൊക്കെ. അപ്പോൾ കൊമ്പ് കണ്ടിക്കും. അവർ കൊമ്പ് കണ്ടിച്ചെടുക്കും. അവർ ചേർത്ത് കണ്ടിക്കും. അത് ചിലപ്പം ദോഷം ചെയ്യും. അവർക്ക് അന്നേരത്തെ ലാഭം അവർ നോക്കും. നമ്മൾ കച്ചവടം ചെയ്തിട്ട് പോയി ഓർഡറിൽ പോയല്ല ഒരു ഭക്ഷണം കഴിക്കാൻ നോക്കി പോയാൽ അവരെ കൊമ്പ് അപ്പം കണ്ടിക്കും. ശരി. അവിടെ കടിച്ചാൽ കൊമ്പ് 2ഉം കണ്ടിക്കും. അതുകൊണ്ട് കൊമ്പ് കണ്ടിക്കാതെ കിട്ടാൻ നമ്മൾ അവിടെ തന്നെ നിന്ന് ആന ഇങ്ങോട്ട് വണ്ടിയെ കയറ്റി വിട്ടേറ്റ് അവിടെ നിന്ന് ആനയുടെ അടുത്തുനിന്ന് മാറാനും. കച്ചവടം ആക്കിയില്ല അവർ കണ്ടിക്കല്ല അവിടെ നിന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് ബീഹാറിൽ. അല്ല, ശ്രീധരീയത്തിൻ്റെ ആന കണ്ടല്ലോ, ഒരു കൊമ്പ് പഴുത്ത് നിന്നില്ലേ? അന്ന് കണ്ടിച്ചതാണ്. ശ്രീധരിയും പോയി ആനയെ മേടിച്ചു. അവരെന്നിട്ട് അടുത്ത പോയി റൂമുണ്ടായിരുന്നു. അവിടെ പോയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നത് കൊമ്പ് 2ഉം ഇല്ല. കണ്ടിച്ചത്. അങ്ങനെയാണ് ശ്രീധരീയത്തിൻ്റെ ആനയ്ക്ക് ഒറ്റക്കൊമ്പായി പോയത്. അതിപ്പോൾ തൊടുപുഴ എവിടെയോ ഉണ്ട് ആ ആന. കൊടുത്തു. നമ്മുടെ ചാനലില് വാക്കേല വിജയൻ ചേട്ടനെ ആ സമയത്തൊക്കെ പോയ ആന എടുത്തുകൊണ്ട് വന്ന അവരുടെ യാത്രകളും ആ കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അല്ല, അവർ ആനെ കൊണ്ടുവരുന്നതാണ്. വാക്ക കൈമൾ. പുള്ളി ആനെ കൊണ്ടുവരുന്നു. അതെ അതെ. പിന്നെ അവരെടുത്ത് ഈ വാളക്കയം തോമസൂട്ടിയുടെ ആനയെല്ലാം പാട്ടത്തിന് അവിടെയായിരുന്നു. 3-4 എണ്ണം. നല്ല ആനകളെല്ലാം അവിടെയായിരുന്നു. വാക്ക വിജയന് അതെല്ലാം ഈ വാളക്കയം തോമസൂട്ടിയുടെയാണ്. എല്ലാം തിരിച്ചു കൊടുത്തു. വിജയൻ പിന്നെ മേടിച്ച ആന ആറ്റിച്ചാടി എത്തുപോയില്ലേ? ആറ്റില് അവിടെ തന്നെ ഒരു ആന ആറ്റിച്ചാടി ചെത്തില്ലേ? അത് ലാസ്റ്റ് ഉണ്ടായിരുന്ന ആന അവരുടെ. സന്തോഷ് ആനക്കാരനും വടയാറ് വെച്ചിട്ട്
വടയാർ അത് ഞാൻ ഓർമ്മയുണ്ട്. അത് ഞാൻ അന്ന് അത് മുഴുവൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ എൻ്റെ ഇവിടെ അന്ന് മറ്റേ കാസറ്റില്ല ആന വെള്ളത്തിൽ പോയി പൊങ്ങുന്നതും അത് വെള്ളത്തിൽ പോയി അവർ ആന ഇത് ചാടി പോകുന്നത് അവർക്കും അറിയത്തില്ല. ചാടി പോയതിന് ശേഷമല്ലേ ആന കാണാതെ പോയി വെള്ളത്തിൽ ചാടിയതാണ്. അതെ. അപ്പൊ കയറാതെ അങ്ങനെ അവിടെ ചത്തു. അതിന് അതിൻ്റെ ഈ രണ്ട് നടയില് ഇടയുണ്ടായിരുന്നു. അതാ നീന്താൻ മേല. അതെ അതെ. അവിടെ എന്താ പറയുക ചരല് വായി നല്ല നീന്തി കയറും. എനിക്കറിയാം ആ കല്ല് കൊണ്ട് കെട്ടിയ ഞാൻ അവിടെ പോലും ചായക്കടയൊക്കെ പുറത്ത് അവിടെ കുഴിയാ. അവിടെ നിർത്തിയിട്ട് ചായ കുടിച്ചതാ. അതെ. സന്തോഷ് ആളെ അറിയോ? ആനക്കാരനെ അറിയോ? എനിക്കറിയാം. നീടൂരുകാരനാ സന്തോഷം. ഈ ആന എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങി 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 പോയി കുട്ടിയല്ലേ ഇറങ്ങി അങ്ങോട്ട് ചാടി ചാടി വെള്ളം കണ്ടപ്പോഴേ. ഇത് വെച്ചാൽ കയ ആന നല്ല അത് ആരുടെയും കുറ്റമല്ല. അല്ല അത് സംഭവിച്ചു പോയി. ഇറങ്ങി പോകുന്നു. കാര്യം വിജയൻ നല്ല മനുഷ്യനാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ വിജയൻ നല്ല മനുഷ്യനാണ്. അതെ. പറഞ്ഞ പോലെ അല്ല പുള്ളിയിലൊക്കെ ഒരു ആന പോവാന്ന് പറഞ്ഞാലേ കഷ്ടമാണ്. കഷ്ടമല്ലേ. പോയി ആ സന്തോഷിനെ ചുള്ളിപ്പറമ്പിലാന കൊന്നു. അതെ അതെ. അല്ല അത് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട്. എന്നറിയോ, ഞാൻ നമ്മുടെ ചാനൽ ഇൻ്റർവ്യൂവിൽ വിജയൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഈ പുഴയുടെ സൈഡിൽ കൊണ്ടൊന്നും അത് നിർത്തരുത്. അല്ലേ പുഴയുടെ പറ്റേക്കൊണ്ടേ നിർത്താം. അല്ല നിർത്താന്നല്ല ഞാൻ പറഞ്ഞ ഇങ്ങനെ ഈ കൂട്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അവിടെ മരം ഉണ്ടല്ലോ ഇപ്പൊ. ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ മരമില്ലേ? മരം ഉണ്ടെങ്കിൽ പിന്നെ തോട്ടിൻ്റെക്ക് ആറ്റിൻ്റെക്കും ഒക്കെ നിർത്താം. അവിടെ ഒന്ന് കൊളുത്തിയാക്കണം. എൻ്റെ ഈ അങ്ങനെയുള്ള പാളിച്ച ഒന്നും വരികയാണ്. ഞാൻ അങ്ങനെയുള്ളതൊന്നും ആന നിർത്താം. നമ്മളൊരു ബന്ധ സാഹചര്യത്തിൽ ഒരു മരത്തെ കൊളുത്തണമെന്നേ പോകാൻ അനുവദിക്കരുതാണ്. അത് അല്ലാതെ വന്നപ്പോഴാണ് ആന ചാടിയത്. അല്ല അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. നമ്മള് അല്ല ഇനി പിന്നെ അവൻ ആ ആനക്കാരനായാലും പിന്നെ നിർത്തുകയല്ല. പക്ഷെ ഒരു അനുഭവം വരുമ്പോൾ പോകുന്ന സാധനം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം.